ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മളൊരു കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കടലക്കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കടലക്കറി നമ്മൾ പലതരത്തിലുണ്ടാക്കും അല്ലേ, പക്ഷേ ഇത് വളരെ ടേസ്റ്റായിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, കുറച്ച് സാധനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ മസാലകളൊക്കെ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനകത്ത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് സ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുണ്ടാവും. ഞാനൊരു ചെറിയ തേങ്ങയുടെ ഒരു മുറിയാണ് ഞാനെടുത്തത്. അപ്പോൾ അത് ഏകദേശം 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുണ്ടാവും. അത് കണക്ക് കറക്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുക. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പിഴിഞ്ഞ തേങ്ങ നമ്മളൊരു ജാറിലേക്ക് ഇടുക. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി വെക്കണം. മിക്സിയുടെ ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം ഇതൊരു നാടൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള രുചി കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തു. പിന്നെ ഒരു 3-4 വറ്റൽമുളക് കീറി അതിനകത്തേക്ക് ചേർക്കുക, മുറിച്ച് ചേർക്കുക. എന്നിട്ട് ആ വറ്റൽമുളകൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് അത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ചേർത്തത്. ഇഞ്ചി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ചെറുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. തേങ്ങയും മല്ലിപ്പൊടിയൊക്കെ പൊടി നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ, അത് ചേർക്കുക. നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത അരപ്പാണ് അത് ചേർക്കുക. ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അരപ്പിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി. ഇതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ സവാളയും കൂടി സ്ലൈസ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഒന്ന് വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ആദ്യം ചേർക്കുക, എന്നിട്ട് അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കടലയും വെള്ളവും മൊത്തമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടി ചേർക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് കുക്കാകും. അതിനുശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മൂടി വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
ഒരു 1/2 കപ്പ് പാലേ ഇതുണ്ടാവുള്ളൂ കേട്ടോ. നല്ല കുറുക്കൻ പാലാണ്. അത് ചേർത്തിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കടലക്കുറുമ റെഡിയായി. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ കടലക്കുറുമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് നല്ലൊരു നാടൻ രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.